പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടുന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ. ആ പൂമരക്കൊമ്പിൽ, ആ പൂമരക്കൊമ്പിൽ. കണ്ടില്ല നിന്നെ മാത്രം, കാത്തിരുന്ന നിന്നെ മാത്രം. കണ്ടില്ല നിന്നെ മാത്രം, കാത്തിരുന്ന നിന്നെ മാത്രം. പൊൻകിനാക്കൾ പൂത്ത നേരം പോയതെങ്ങു നീ, പോയതെങ്ങു നീ. പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടുന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ. ആ പൂമരക്കൊമ്പിൽ, ആ പൂമരക്കൊമ്പിൽ. പറന്നു 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 ചെല്ലാൻ. ശ്രീഹരി, എന്ത് തോന്നി? എന്താ ശബ്ദത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ വോയിസ് പറഞ്ഞതിന്റെ പ്രശ്നമുണ്ട്. ഓക്കെ, ഔസേപ്പച്ചൻ സാർ. നമ്മൾ പഴയ നാടകഗാനം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. അതെ, പക്ഷേ ഈ പാട്ട് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പാട്ടാണ്. കാരണം എനിക്കിത് നല്ല ഓർമ്മ. ഞാനൊരു പടം ചെയ്തു, നടൻ എന്ന് പറഞ്ഞിട്ട്. അത് മൊത്തം ഈ നാടക ഗ്രൂപ്പുകളുടെ കഥയാണത്. അതിലത്തെ അഭിനയിക്കുന്നവരും അതിലത്തെ ഇതും. അപ്പം അതിലെ പാട്ടുകൾക്കൊക്കെ നാടകഗാനത്തിൻ്റെ ശൈലി വേണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ കമല് ഡയറക്ടർ പറഞ്ഞ ഒരു പാട്ടാണിത്. പറന്നു പറന്നു. ഇതെല്ലാം കേട്ട് ഇതേപോലെ അന്ന് അതിനു മുമ്പ് എനിക്ക് ചെറുപ്പത്തിൽ അറിയാവുന്ന പാട്ടാണ്. പക്ഷേ അത് ഞാൻ പ്രത്യേകിച്ച് കേൾക്കുമ്പോൾ സിമ്പിൾ സോങ്, ബട്ട് ഭയങ്കര പാടാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കറക്റ്റായിട്ട്. ഇപ്പം മോൻ ഈ പാടിയതിൽ മോൻ പറഞ്ഞു വോയിസ് മാറുന്നു എന്നൊരു കാര്യം പറഞ്ഞോടുകൂടി ഇനി ഒന്നും നമ്മൾ കാര്യമായിട്ട് പറഞ്ഞിട്ട് അതിൻ്റേതായിട്ടുള്ളൊരു സ്ട്രെയിനൊക്കെ നമുക്ക് ഈ പാട്ട് കേൾക്കുമ്പോൾ ഉണ്ടായിരുന്നു. അപ്പം അത് ഇതുകൊണ്ടാണ് ഫിസിക്കലി, അത് നമ്മൾക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല. പക്ഷേ ഓൾമോസ്റ്റ് മൊത്തം ആ ഒരു പഴയ ഗാനത്തിൻ്റെ ഒരു കേൾക്കാനുള്ളൊരു സുഖമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ശബ്ദത്തിൻ്റെ ഈ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് കൂടുതൽ അത് മോനെ ജഡ്ജ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എങ്കിലും ശ്രദ്ധിക്കുക, ഇത് പഴയ ഗാനമാണ്, നാടകഗാനമാണ്. എന്നാൽ വളരെ ശ്രദ്ധിച്ച് പാടേണ്ട ഒരു പാട്ടാണ്. ഭയങ്കര ഹിറ്റായിട്ടുള്ള പാട്ടാണ് അന്ന് കാലത്ത് ഈ പാട്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടമായി ഈ പാട്ട് സെലക്ഷൻ. വളരെ ഗംഭീര സെലക്ഷൻ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മാഡം. ശരത് സർ. മക്കളെ കുഞ്ഞാടെ, എന്തോ നല്ല സുഖമാണ് ഈ പാട്ട് കേൾക്കാൻ. എപ്പോൾ കേട്ടാലും ഒരു എന്താ പറയുക, നമുക്കൊരു സന്തോഷമാണ്. അത് എത്രയോ പാട്ടുകളുണ്ട്. മക്കൾ കേട്ടിട്ടുണ്ടോ കുറച്ചെങ്കിലും? ഇപ്പം നിങ്ങൾക്ക് ഈ റൗണ്ട് ഉള്ളതുകൊണ്ട് കേൾക്കാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ഈ ഒരു പാട്ട് മാത്രം കേട്ട് നിർത്തിയോ? ഇല്ല. മക്കളുടെ തൊണ്ടയാണ് ഒരു പ്രധാന എതിരാളിയായിട്ട് ഇന്ന് മോനെതിരെ നിന്നേക്കുന്നത്. അത് ശരിയാവും കേട്ടോ, ഒന്നും കുഴപ്പമില്ല. അതിന് മോനെ അത് തുറക്കുന്നതുമില്ല, രണ്ടിൻ്റെ ഇടയിലാണ് അത് നിൽക്കുന്നത്. പിന്നെ മോനെ ഇത് പറന്നു 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 ചെല്ലാൻ അങ്ങൊരു സാധനം അത് നീ പാടിയിട്ടേ അല്ലേ എവിടെയും. അത് നീ പ്ലെയിനായിട്ട് അങ്ങ് പാടുക, ചെല്ലാൻ അങ്ങ് പാടുക. അത് പാടാമോ? പറന്നു 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 ചെല്ലാൻ വെരി ഗുഡ്. അതൊക്കെ ഒരു ചെറിയ ഐറ്റങ്ങളാണ്. അതൊക്കെ വരുമ്പോൾ അതിനൊരു സുഖം കൂടുതൽ കിട്ടും. പിന്നെ ഈ ചരണം മോനെ കിലുകിലിങ്ങനെ അതൊന്ന് പാടാമോ? അല്ല അനുപല്ലവിടാ അങ്ങനൊക്കെ ഇനി പറ. അല്ല കണ്ടില്ല, അല്ല കിലുകിലിങ്ങനെ. കിലുകിലുന്നനെ രാക്കിളികൾ വളകിലുക്കിയ കാലം 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 കാലം. അടുത്തത് കുനുകുനുന്നനെ കാട്ടുപൂക്കൾ തിരികൊളുത്തിയ കാലം. അത് ആ ഫിനിഷ് ചെയ്യാണ് എപ്പോഴും. പറന്നു 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 ചെല്ലാൻ. അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ഫിനിഷിങ് പ്രധാനമായിട്ട് മോൻ ഒന്നും അത് കറക്റ്റായിട്ട് പാടിയിട്ടില്ല. അതിനൊക്കെ ശ്വാസം എടുക്കാൻ വേണ്ടി അതുകൊണ്ട് അവിടെ നിർത്തിയതാണോ എന്ന് അറിഞ്ഞുകൂടാ. അതെപ്പോഴും ഫിനിഷ് ചെയ്തോണം മോനെ കേട്ടോ. അതിനിടയ്ക്ക് ഒരു ഇച്ചിരി ശ്വാസം വന്നിട്ട് കുറേ വലിച്ചു വാരി ശ്വാസം എടുക്കേണ്ട ഒരു പാട്ടല്ലല്ലോ അത്, അല്ലേ? ഇത് ആരാണ് ഇത്? അതൊന്നും പറഞ്ഞില്ലല്ലോ നീ. ഇതിന് ഡീറ്റെയിൽ ഒക്കെ പറയൂ. ഇതില് LP റെക്കോർഡോ എന്താണ്? LPR വർമ്മ സാർ പാടി. LPR വർമ്മ സാർ സംഗീതം ചെയ്തു, വയലാർ സാർ എഴുതി. എഴുതിയല്ലടാ, എഴുതി. പിന്നെന്തുട്ടാ, പിന്നൊന്നുമില്ല. ഇവരൊക്കെയാണ്
അല്ല ഇത് ഏത് നാടകം ഇത്? സ്വർഗം നാണിക്കുന്നു. സ്വർഗം കാണിക്കുന്നു. സ്വർഗം നാണിക്കുന്നു. എന്തിന്? എന്തിന്? കാണാൻ വന്നിട്ട്. അടിപൊളി, അത് കൊള്ളാം. ഞാൻ പറഞ്ഞെനിക്ക് ഇഷ്ടമായി. അതെ, നാണം വന്നിട്ട്. അപ്പൊ മക്കളെ അത്രേ ഉള്ളൂ. നിന്റെ ശബ്ദം ശരിയാവട്ടെ. ഓൾ ദി ബെസ്റ്റ് മോനെ. താങ്ക് യു സാർ. താങ്ക് യു ശരത് സാർ. ചേച്ചി അസലായി മോനെ, താങ്ക് യു മാം. നന്നായി പാടി. താങ്ക് യു മാം. നന്നായി മോനെ. എനിക്കും ഇത് തന്നെയാണ്, ആ വോയിസിനകത്ത് കുറച്ചൊരു സ്ട്രെയിൻ വന്ന പോലെയുണ്ട്. പിന്നെ ഈ ശബ്ദം മാറുന്ന ടൈം ആയതുകൊണ്ടുള്ള ചില സാങ്കേതിക തടസ്സങ്ങൾ അല്ലേ? ശരിക്കും ഞാൻ പേടിച്ചു പോയി. ഒരു സ്ഥലം മുകളിൽ, ഏറ്റവും മുകളിൽ പാടുന്ന ഒരു ലൈൻ ഉണ്ടല്ലോ, അവിടെ എന്തെങ്കിലും പറ്റുമെന്ന് വിചാരിച്ചു. പക്ഷെ അത് ഹാൻഡിൽ ചെയ്ത് എന്തോ ദൈവാധീനം കൊണ്ട് അവിടെ കൃത്യമായി അങ്ങ് 4 കാലിൽ വീണു. ഒരു പ്രശ്നമില്ലാണ്ട് പോയി. ജസ്റ്റ് ഈ ഒരു ചില സ്ഥലങ്ങളിൽ നമുക്കൊരു വിഷമം തോന്നും. കാരണം ശ്രീഹരിക്ക് പാടണമെന്നുണ്ട്, അത് പാടാൻ പറ്റും എന്നും അറിയാം. പക്ഷെ അവിടെ ആ വോയിസ് എത്തുന്നില്ല. അപ്പൊ അതിന്റെ ഒരു വിഷമം അല്ലേ? എവിടേക്കോ ഇങ്ങനെ അല്ലേ? അതെ, വരുന്നില്ല ശബ്ദം. ഇപ്പോഴും സംസാരിക്കുമ്പോഴും ഒരു സ്ട്രെയിൻ ഉണ്ട്. വയ്യേ? ഇല്ല, ഞാൻ ഇങ്ങനെ തന്നെയാ. ശബ്ദം അവിടെ പോയില്ല. ഈ ബേസ് ആണോ പാട്ട്? കുറച്ചുകൂടെ സ്കെയില് കൂട്ടണായിരുന്നോ? എന്തൊട്ട്? എന്ത് സ്കെയില് കൂട്ടണായിരുന്നോ? ഒരു എണ്ണ അങ്ങോട്ട് വെച്ചെന്നുണ്ടല്ലോ. സ്കെയില് കൂട്ടാൻ പറയാറുന്നില്ലേ? കൂട്ടാനാ സ്കെയില് കൂട്ടണായിരുന്നാ? കുറയ്ക്കണായിരുന്നാ? കൂട്ടല്ല, കുറയ്ക്കണായിരുന്നു. തീരെ കുറഞ്ഞു പോവില്ലേ? അപ്പൊ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയില. മക്കൾക്ക് ശ്രുതി കൂട്ടിയാലും കുഴപ്പമാ, കുറച്ചാലും കുഴപ്പമില്ല അല്ലേ? ഇതിലും ഇപ്പം പാടുന്ന ശ്രുതിയിലും കുഴപ്പമാ. അതെങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയി. എന്തായാലും ശ്രീഹരി, ഇത് കേട്ടപ്പോ എനിക്ക് വേറൊരു സംഭവം ഓർമ്മ വന്നത്. ഒന്ന് ശ്രുതി തരുമോ? ഓ, ഞാൻ പറയായിരുന്നു എന്തെന്ന് ഓർമ്മകളൊന്നും വരാത്തേന്ന്. അതാ എപ്പിസോഡ് തീരാറായപ്പോ ഓർമ്മ വന്നു. ഇതിപ്പോ എന്തായിരുന്നു? പറന്നു. ആ, അപ്പൊ ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്. ആ, പറന്നു 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 ഞാൻ രവീന്ദ്ര മാഷിലേക്ക് കൊണ്ടുപോയി. ഓ നൈസ് നൈസ്. ഒരു കിളി പാട്ടു മൂളവേ മറു കിളിയേറ്റു പാടുമോ? വെയിറ്റിംഗ്, കിളി ഈസ് വെയിറ്റിംഗ്. ഒരു കിളി പാട്ട് മൂളവേ മറു കിളിയേറ്റു പാടുമോ? ഒരു കിളി പാട്ട് മൂളവേ മറു കിളിയേറ്റു പാടുമോ? മധുവസന്ത മഴ നനഞ്ഞു വരുമോ? ഒരു സ്വരതാരം പോലെ, ജപലയ മന്ത്രം പോലെ അരികെ വരാം. പറന്നു 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 ഞാൻ, പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടുന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ. ആ പൂമരക്കൊമ്പിൽ, ആ പൂമരക്കൊമ്പിൽ. ഓ സൂപ്പർ. മറുകിളി ഏറ്റു പാടാറുണ്ടോ? ഇല്ല ഇല്ല. പാടി അടി കിട്ടുമെന്ന്. മറുകിളി പറന്നിങ്ങനെ അടുത്ത് ചെന്ന് ഇരിക്കും. ഞാൻ കേൾക്കാറേ ഉള്ളൂ. ഇനി ഔസേപ്പച്ചി സാർ. ഓക്കെ, താങ്ക് യു. ശരത് സാർ, എന്തൊട്ട് പാടിയിട്ട് അതിനൊക്കെ ഞാൻ മാർക്കാറുണ്ട്. എന്തൊട്ട് മാർക്കാ കൊടുക്കാ? ഇഷ്ടമുള്ള മാർക്ക് തരിക. പിന്നെ അല്ലാതെ നിനക്ക് ഇഷ്ടമുള്ള ഞാൻ തരുവാടാ. എനിക്ക് ഇഷ്ടമുള്ള മക്കൾക്ക് ഞാൻ 8.2 മാർക്സ് തരും. താങ്ക് യു സാർ. താങ്ക് യു ശരത് സാർ. ചേച്ചി 8.1. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. സോ ടോട്ടൽ 16.3. ബാക്കി 2 റൗണ്ട്സ് അടിപൊളിയാക്കണം കേട്ടോ. ഓക്കെ.